Hello guys, welcome back to my YouTube channel. So ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് how to create a LinkedIn profile and how to optimize it. ഏറ്റവും നല്ലൊരു പ്രൊഫൈൽ എങ്ങനെ ഉണ്ടാക്കാം, നല്ല നെറ്റ്വർക്ക്സ് എങ്ങനെ ലിങ്ക്ഡിൻ ത്രൂ ഉണ്ടാക്കാം എന്നൊക്കെയുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Think of it like an Instagram but for your career. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല കണക്ഷൻസ് ബിൽഡ് ചെയ്യാനും ഇതിലൂടെ തന്നെ ഒരു ജോബ് ക്രാക്ക് ചെയ്യാനും ഹാക്കത്തോൺസ് ഫൈൻഡ് ചെയ്യാനും കുറെ ഓപ്പൺ സോഴ്സിലേക്കും ഒക്കെയുള്ള പോസിബിലിറ്റീസ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ലിങ്ക്ഡിനിൽ കിട്ടും. ഇനി മുതൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുന്ന പോലെ തന്നെ എന്നും രാവിലെ എണീറ്റിട്ട് ലിങ്ക്ഡിൻ സ്ക്രോൾ ചെയ്യണം, അതിലുള്ള ആൾക്കാരുടെ ഗ്രോത്ത് കാണണം. ഫൈനൽ ഇയർ ഒക്കെ കഴിഞ്ഞ് നിങ്ങളൊരു ജോബിനേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ റെസ്യൂമിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ഫൈനൽ ഇയറിൽ ഉണ്ടാക്കാം, ഫൈനൽ ഇയർ മുതൽ ബിൽഡ് ചെയ്യാം എന്നുള്ളതിനെക്കാട്ടിലും നിങ്ങൾ ഇപ്പോഴേ ഗ്രോ ചെയ്ത് ഒരു അടിപൊളി പ്രൊഫൈൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ യുവർ ചാൻസസ് ആർ ഹൈ ടു ഗെറ്റ് പ്ലേസ്ഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ പോയിട്ട് ലിങ്ക്ഡിൻ സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. അവിടെ നിങ്ങളുടെ ഫുൾ നെയിം ഫിൽ ചെയ്ത് കൊടുക്കുക. പിന്നെ സെക്യൂരിറ്റി വെരിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതും ചെയ്ത് കൊടുക്കുക. പിന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ ലൊക്കേഷൻ ആഡ് ചെയ്യണം. ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ടെമ്പററി ആയിട്ട് വെറുതെ ഒരു ലൊക്കേഷൻ കൊടുത്തതാണ്. പിന്നെ ജോബ് ടൈറ്റിൽ, അതിപ്പോൾ നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലാണ് അത് കൊടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഐ എം എ സ്റ്റുഡൻറ്റ് എന്നുള്ളത് ഓണാക്കിയിട്ട് കൊടുത്താൽ മതി. ആ ടോഗിൾ ബട്ടൺ ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു ജോബ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കമ്പനി ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് തന്നെ സെലക്ട് ചെയ്തു. ഇനി നമുക്കൊരു മെയിൽ ഐ ഡിയിലേക്ക് ഒരു കോഡ് വരും, നമ്മൾ കൊടുത്ത മെയിൽ ഐ ഡിയിലേക്ക്. ആ കോഡ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മളിപ്പോൾ ജോബ് റോള് ഞാൻ കൊടുത്തത് കാരണം ഇനി അടുത്ത റോള് നോക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. പിന്നെ ഏത് ജോബ് ടൈറ്റിൽസാണ് ഇനി ഞാൻ നോക്കുന്നത് എന്നുള്ളത് കൊടുക്കും. ഇതൊക്കെ നിങ്ങളൊരു പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിലാണ് ഇങ്ങനെ വരിക. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്രൊഫൈൽ പിക്ചർ കൊടുക്കണം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു പിക്ചർ തൽക്കാലം കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് വേണ്ട പോലെ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അപ്ലോഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മെയിൽ ഐ ഡി സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് ലോഗിൻ ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഓൾറെഡി നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ഇനി നമുക്കതിലേക്ക് ലോഗിൻ ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ മെയിൽ ഐ ഡിയും പാസ്വേഡും ഇവിടെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിങ്ങനെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. നിങ്ങളുടെ സെയിം ഫീൽഡിലുള്ളവരായിട്ട് അല്ലെങ്കിൽ HR ആയിട്ട് ഹയർ ചെയ്യുന്ന ആൾക്കാർ അങ്ങനത്തെവരൊക്കെ ആയിട്ട് നിങ്ങൾ കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഇവിടെ സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ പ്രൊഫൈൽ കാണാം. ഇപ്പോൾ നമുക്ക് ബയോയിലോ ഒന്നും കൊടുത്തിട്ടില്ല, എബൌട്ട് സെക്ഷനോ ഒന്നും നമ്മൾ ഫിൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പ്രോംപ്റ്റ് ChatGPT കൊണ്ടുപോയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടും. ഞാനിപ്പോൾ അതിൽ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇത് നമ്മുടെ ബയോയിൽ കൊടുക്കാനുള്ള കുറേ കീവേഡ്സും കാര്യങ്ങളൊക്കെ ആണ്. ഈ ഒരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ബയോയിൽ കൊടുക്കാനുള്ള കീവേഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളത് കിട്ടും. എന്നിട്ട് നമുക്കതിൽ കുറേ ഓപ്ഷൻസ് GPT തരുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഓപ്ഷൻ 1 സെലക്ട് ചെയ്യുന്നു. നമ്മുടെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യണം. ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് ഹെഡിങ്സ് എന്നുള്ളിടത്താണ് നമ്മൾ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ബയോയിൽ കൊടുക്കാനുള്ള കീവേഡ്സ് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഏത് ഇൻഡസ്ട്രി ആണെന്നുള്ളത് സെലക്ട് ചെയ്യാം. സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് അവിടെ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ KTU യൂണിവേഴ്സിറ്റിയാണ്, അപ്പോൾ ഞാൻ അതാണ് കൊടുക്കാൻ പോകുന്നത്. ഡിഗ്രി എന്നുള്ളിടത്ത് ഞാൻ BTech ആണ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഏതാണോ അത് ചെയ്യുക.
ഓക്കെ, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് കൊടുത്തു. പിന്നെ അതിൽ തന്നെ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും കൊടുക്കണം. അപ്പോൾ നിങ്ങൾ അപ്രോക്സിമേറ്റ്ലി ഒരു ഡേറ്റ് കൊടുക്കുക, ഡേറ്റും ഇയറും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാനുള്ളതും ഞാൻ ChatGPT തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ആക്ടിവിറ്റീസ് ആൻഡ് സൊസൈറ്റീസ് എന്നുള്ളിടത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത സ്റ്റെപ്പ് വരുന്നത് സ്കിൽസാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനൊന്നും സ്കില്ലൊക്കെ ബിൽഡ് ചെയ്ത് വരുന്നേ ഉണ്ടാവുള്ളൂ. എന്നാലും നിങ്ങൾ പഠിച്ച് തുടങ്ങിയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്കില്ലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിൽ എത്ര സ്കിൽസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ HTML പൈത്തണും മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ വീണ്ടും നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് കണക്റ്റ് കൊടുക്കാം. ഇനി നമുക്ക് അവിടെ ഒരു ബാനർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ബാനർ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാൻവ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഓൾറെഡി ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നീറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവിടെ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ക്യാൻവയിലിട്ടിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓൾറെഡി മുന്നേ ഉണ്ടാക്കി വെച്ചത് ഉണ്ട്. അപ്പോൾ ഞാനത് ഡൗൺലോഡ് ചെയ്യാണ്. ഡൗൺലോഡ് ചെയ്തിട്ട് ഞാനത് അവിടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെയാണ് ബാനർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. അതിൽ ഓൾറെഡി കുറേ ബാനേഴ്സ് ഉണ്ട്. നമുക്ക് കുറച്ച് പ്രൊഫഷണലായിട്ട് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു രീതി സെലക്ട് ചെയ്തത്. എനിവേസ് ഞാനത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് അപ്ലോഡായിട്ട് വരും. ഓക്കെ, ബാനർ അവിടെ വന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എബൌട്ട് സെക്ഷൻ ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എബൌട്ട് സെക്ഷൻ ആഡ് ചെയ്യാണ്. ഇതും നമുക്ക് ChatGPT നിന്ന് തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ സ്കില്ലും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം എബൌട്ട് സെക്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ കൊടുത്ത പോലെ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ബയോയിലുള്ള കീവേഡ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളൊരു ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് ഹൗ യു ക്രിയേറ്റ് യുവർ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ 404 കമ്മ്യൂണിറ്റിയിൽ ഓറിയൻറ്റേഷൻ സെക്ഷൻ നടന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എങ്ങനെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ് ആയിട്ട് കാണാം. ആൻഡ് നിങ്ങളൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു IT ഫീൽഡിലുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദിസ് ചാനൽ ഈസ് കംപ്ലീറ്റ്ലി ഫോർ യു. നമ്മൾ എല്ലാ വിധത്തിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഡു സബ്സ്ക്രൈബ്.